ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകയും മക്കളും കൂടി കാലത്തെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സ്പീഡിൽ നമ്മുടെ നന്ദു നടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നന്ദുവേ ഒന്ന് പതുക്കെ നടക്കും നന്ദു. ഇത്രയും സ്പീഡിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രായമായി, എനിക്ക് അത്ര സ്പീഡ് നടക്കാനൊക്കെ പറ്റുമോ നന്ദു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയല്ലേ പറഞ്ഞ് നടക്കാന്നൊക്കെ. എനിക്ക് ഈ സ്പീഡിൽ നടന്ന് അങ്ങോട്ട് ശീലമായിട്ട് പോയി. പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ നയനമോൾക്ക് സ്പീഡ് നടക്കാനായിട്ട് പറ്റുമോ? അപ്പം നീ എന്താ അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും വേണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേന്നേ. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നടന്നിരിക്കുന്നത്. അതിൻ്റെ കളിയാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പേ അമ്മ നടക്കാൻ പോയത് എന്തിനാ? ഞങ്ങൾക്ക് വേണ്ടി, പണക്കാരനായ ചെറുക്കന്മാരെ കണ്ടെത്താൻ വേണ്ടി. അങ്ങനെയല്ലേ അമ്മേ? നയനമോളെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോഴത്തെ അമ്മയല്ല ഇപ്പോഴത്തെ അമ്മ. ഞാനതെല്ലാം മറന്നു. എൻ്റെ നയനമോളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നവ്യമോളുടെ ജീവിതത്തിലേക്ക് അബി എന്ന് പറഞ്ഞ ചെകുത്താൻ വന്ന ഉടനെ തന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എനിക്കിപ്പോൾ പേടിയാ, എല്ലാം കൊണ്ട് എനിക്ക് പേടിയാ. അതുകൊണ്ട് ഞാൻ അതെല്ലാം തീർത്തു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നടക്കുമ്പോഴേ നല്ല എനർജിയാണ്, മനസ്സിന് ഭയങ്കര സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് രണ്ടുപേര് ബൈക്കിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കിളിപോലുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് യുവമാർ കമൻറ്റ് പറയുകയാണ്. ഹെൽമെറ്റൊക്കെ മാറ്റി ഇവരെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ചുറ്റിനും ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താടാ നീ എന്തിനാടാ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എങ്ങനെ നോക്കാതിരിക്കും, കുറേ കളർഫുൾ കിളികളെയല്ലേ എൻ്റെ കൺമുന്നിൽ കണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ നോക്കാതിരിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ നന്ദൂട്ടാ, നമുക്കേ ഇവന്മാരെ ഒന്ന് കളർഫുള്ളാക്കി അങ്ങോട്ട് കൊടുത്താലോ? പിന്നെന്താമ്മേ, ഇവന്മാർക്കിട്ട് നല്ല കളർഫുള്ള് തല്ല് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് ചെന്നിട്ട് നീ എന്താടാ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റയടിയാണ് നവ്യം കൊടുത്തു. അങ്ങനെ നന്ദുവിൻ്റെ ഇടി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് യുവമാരാകെ വശം കിട്ടു. എന്നിട്ട് നന്ദു പറയാ, നിനക്ക് ഞാനാരാണെന്ന് മനസ്സിലായോടാ? ഞാനേ ഇവിടുത്തെ SI ആടാ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവർ ഞെട്ടിപ്പോവണം. സ്ഥലം വിട്ടോളണം, ഇനി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ശല്യമായതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെ പിടിച്ച് അകത്താക്കാൻ ഞാൻ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞോണ്ട് പോക്കാണ് ഇവര്. അപ്പോൾ നന്ദൂട്ടാ ഏതായാലും കൊള്ളാം, മോളുടെ അടി ഗംഭീര അടി തന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന് ഇവർ നമ്മുടെ കനകം ഇങ്ങനെ ഓരോ കോമഡികളും പറയുക. അപ്പോൾ കനക ഇങ്ങനെ കോമഡികളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. നയന ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. അങ്ങനെ പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായി. മോളെ എന്താ പറ്റിയത്, എന്താ മോൾക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് തലക്കെട്ടൊക്കെ ഇങ്ങനെ അടിക്കുക. അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ ഇങ്ങനെ ചുമ്മാ ഒരു തമാശകൾ പറയല്ലേ. ചേച്ചിക്ക് ഈ സമയത്ത് അത്രയും പൊട്ടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ അമ്മേ ഇങ്ങനെ കിടന്ന് ചുമ്മാ തമാശയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണതേ നമ്മുടെ നവ്യ വേറൊരു കാഴ്ച കാണുന്നത്. ഈ നാഗേന്ദ്രനും അഭിയും കൂടി മറ്റൊരിടത്ത് നിന്നിങ്ങനെ സംസാരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇത് കണ്ട നവ്യ പേടിച്ചു പോയി. അമ്മേ അത് നോക്കിക്കണ്ടേ അമ്മേ, അവനും അവൻ്റെ അച്ഛനും കൂടിയല്ലേ ആയിരുന്നു സംസാരിക്കുന്നത്, ഇനി എന്ത് ചെയ്യും? ദൈവമേ, ആരും കാണണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അവരും അതിന് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അച്ഛനും മോനും കൂടി സംസാരിക്കുന്നത് മറ്റാരും കാണാനായിട്ട് പാടില്ല. പരിചയക്കാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും അവർക്കും അറിയാം. അതുകൊണ്ടാ അവർ ഈ ഒരു സ്ഥലം കണ്ടെത്തിയത് എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? അവർ പോകാതെ നമുക്കിനി പോകാൻ പറ്റൂല. പക്ഷേ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. ഞാനേ നമിതയെ ഒന്ന് വിളിക്കട്ടെ, അവളോടൊരു മെസ്സേജ് അയക്കാനായിട്ട് പറയാം. അവൻ്റെ അമ്മ നേരിൽ വന്ന് കാണട്ടെ. അല്ല, അവൻ്റെ അമ്മയ്ക്ക് അറിയാലോ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം. ഇളയച്ചൻ വന്ന് പറഞ്ഞതുമാണ്, ഇളയച്ചൻ നല്ല തല്ല് കൊടുത്തതുമാണ്. പക്ഷേ അങ്ങനെയല്ല, അവൻ്റെ അമ്മ അവൻ്റെ കണ്ണുകൾ കൊണ്ട് അമ്മയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുന്ന രംഗം. അങ്ങനെ കണ്ടു ബോധ്യപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ നമിതയെ വിളിക്കാനായിട്ട് പോകണം. ഈ സമയം തന്നെ ജലജയെ കാണിക്കുകയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജലജയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആരാണെന്നറിയാൻ വേണ്ടി നമ്മുടെ ജലജ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു അജ്ഞാത നമ്പർ. ഇതാരാണാവോ എന്നൊക്കെ ചിന്തിച്ച് ജലജ ആ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഇപ്പം നിങ്ങൾ അറിയണ്ട, പക്ഷേ
നിങ്ങളുടെ മകൻ അഭിയില്ലേ, അഭി നിങ്ങളുടെ ഭർത്താവായ നാഗേന്ദ്രനുമായിട്ട് ഇന്ന പാർക്കിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ രണ്ടുപേരെയും കൈയോടെ പിടികൂടാമെന്നും അങ്ങനെ ഒരു മെസ്സേജാണ് അവിടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ജലജയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ദേഷ്യം വന്നിട്ട് രക്ഷയില്ല. ഓഹോ, അപ്പം നീ എന്നെ ധിക്കരിച്ച് പോകാൻ തുടങ്ങിയല്ലേടാ അഭി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയാണ്. ഈ ശരിയാക്കി തരാം, നിന്നെ ഇപ്പം ശരിയാക്കി തരാം. അങ്ങനെ അധികം താമസിയാതെ തന്നെ നമ്മുടെ ജലജയാണെങ്കിൽ അവരുടെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ ബിസിനസ്സുകാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് എങ്ങനെ നമ്മുടെ ബിസിനസ്സും പുരോഗമിപ്പിക്കാം, എങ്ങനെ പിടിച്ചെടുക്കാം എന്ന രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജലജ ഓടി വന്നിട്ട് ഢാ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പോൾ നമ്മുടെ നവിയും ബാക്കിയുള്ള എല്ലാവരും കൂടി ഇത് ഇങ്ങനെ ഒളിഞ്ഞു നിങ്ങൾ നോക്കുന്നുമുണ്ട്. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭി പേടിച്ചു പോവുകയാണ്. എടാ, അപ്പം നീ എന്നോട് പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണല്ലേ? ഞാനറിയാതെ ഇയാളെ വന്ന് കാണാനായിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഇപ്പോൾ കൺമുന്നിൽ എനിക്ക് കാണിച്ചു തന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവനെ എന്തിനാണ് നിങ്ങളുടെ പരിധിക്ക് വരുത്തുന്നത്? ജലജേ, ഇവനെ എൻ്റെ മകനാണ്. നിങ്ങളുടെ മകനോ? നിങ്ങളുടെ മകനല്ല. എടി ഇവൻ ആരാണ് എന്താണെന്നൊക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മകനെ നിങ്ങളുടെ പരിധിക്കാക്കാനായിട്ട് നോക്കണ്ട. നിങ്ങളെ മഹാദുഷ്ടനാണ്, വഞ്ചകൻ, കുടുംബത്തോടും എന്നോടൊക്കെ ഒരുപാട് വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എനിക്കിത് സഹിക്കാനും പറ്റില്ല. മേലാൽ എൻ്റെ മോനെ നിങ്ങളുടെ പരിധി കാക്കാനായിട്ട് നോക്കണ്ട എന്ന് പറയുമ്പോൾ എടി ഞാനല്ല ചതി കാണിച്ചത്, നീയാണ് എന്നോട് ചതി കാണിച്ചത്. നീ എന്തിനാണ് ജലജ ഇത്ര പേടിക്കുന്നത്? അവൻ സത്യങ്ങളെല്ലാം അറിയുമെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്ക് പേടി തന്നെയാടോ. എൻ്റെ മകനെ നിങ്ങളെ വാഴി തെറ്റിക്കുന്നുള്ളൊരു പേടി തന്നെയാണ് എനിക്ക്. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ പറയാ, നിങ്ങൾ നുണയും വഞ്ചകനുമാണ്. ഇനി എൻ്റെ മകൻ്റെ പിന്നാലെ നിങ്ങൾ നടന്നു പോകരുത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കറിയാം. എന്നോട് ചെയ്ത വഞ്ചന ഇനി നിങ്ങൾ എൻ്റെ മകനോട് ചെയ്യാൻ വേണ്ടിയാണോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആ പെരുവഴി കിടന്ന് ഭയങ്കര വഴക്കും വക്കാണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയാണെങ്കിൽ ഇവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അഭിയെ വലിച്ചഴച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ രംഗങ്ങളെല്ലാം ഇവരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഹലോ നിങ്ങളെന്താ ഇതെന്താ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്, എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നന്ദു പേടിച്ചു പോയി. അപ്പോൾ നന്ദു ആണെങ്കിൽ എന്താടോ തനിക്കെന്താടോ, ഞങ്ങൾ ആരെ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കും, തനിക്കെന്താടോ പ്രശ്നം? ഇത് നല്ല കൂത്താണല്ലോ, എനിക്കെന്താ ചോദിക്കാനും പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും അവർ പോയി. ഇനി വീട്ടിൽ നല്ല സീനായിരിക്കും, നല്ലൊരു ജഗപുക തന്നെയായിരിക്കും, അവൻ്റെ കാര്യം കട്ട പുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണെങ്കിൽ അഭിയെ വലിച്ചഴച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒറ്റ തള്ളാണ്. അപ്പോഴേക്കും അമ്മന്തിക്ക് ഈ ഒരു കാഴ്ച കാണിക്കണം. എന്താമ്മേ ഈ ഏട്ടനെ കാണിക്കുന്നത്? അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മളറിയാതെ ഇവൻ അവൻ്റെ അച്ഛനെ അയാൾ ആ കള്ളനില്ലേ നാഗേന്ദ്രൻ, അയാളെ കാണാനായിട്ട് പോയിരിക്കുന്നു. അപ്പം നമ്മുടെ ദേവയാനി ഒരുങ്ങി. അപ്പം ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്താ പ്രശ്നമെന്നോ? ഏട്ടത്തിക്ക് അറിയോ ഏട്ടത്തി, എനിക്ക് ഫോണിലേക്കൊരു മെസ്സേജ് വന്നു, ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത്. നാഗേന്ദ്രനും ഇവരും തമ്മിൽ നിന്ന് സംസാരിക്കുകയാണെന്ന്. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് കാര്യം സത്യമാണ്. ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുമായിരുന്നു. എനിക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടുള്ള കലി തന്നെയായിരുന്നു ഏട്ടത്തി എന്നിങ്ങനെ പറയാണ്. എടാ നാഗേന്ദ്രനുമായിട്ട് നിന്നോട് കൂട്ടുകൂടരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേടാ, പിന്നെ നീ എന്തിനാടാ നാഗേന്ദ്രനെ കാണാനായിട്ട് പോയത്? നിനക്ക് വേറൊരു പണിയില്ലേടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ വലിയമ്മേ, എനിക്ക് വേറൊരു നിവൃത്തിയില്ല, എനിക്കിവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? എനിക്കാണല്ലോ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്, എനിക്കും ജീവിക്കണ്ടേ? അപ്പോൾ പിന്നെ അച്ഛൻ്റെ അതിൽ പോയാൽ മാത്രമല്ലേ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ അച്ഛൻ കോടീശ്വരനാ, അപ്പോൾ പിന്നെ എനിക്ക് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം? എനിക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും നല്ല വീക്ക് വെച്ച് ഞാൻ തന്നാലുണ്ടല്ലോ, എടി നീ ഇതേപോലെയാണോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനിയാണെങ്കിൽ എന്തിനാണ് മോളെ വഴക്ക് പറയുന്നത്? മോള് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അയാളെ കാണാനൊന്നും പോകുന്നില്ല, അവള് നല്ലവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതെനിക്കറിയാം, ഇവള് കാണാൻ പോണില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അവന്തിക്ക് എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും. നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു. ആ
മെനകെട്ടവനെ കാണാൻ പോലും പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കര കലിപ്പില്ല. ജലജ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവന്തികയാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ദൈവമേ, തന്നെ എങ്ങാനും ഇതേപോലെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കഥ കഴിയുമെന്ന് അവന്തികയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ ആ കുടുംബത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും അവന്തികയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കനകത്തെയാണ്. അപ്പോൾ കനകവും അതേപോലെ തന്നെ വേണു ഗോവിന്ദനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി, ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. മൂഡ് ഓഫ് ആണ്, ആകെ ടെൻഷനും പേടിയൊക്കെ ആണെന്നേ. എന്തിനി പേടിക്കുന്നത്, എല്ലാം നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലുവേ ഈ നന്ദുവിനെ അനിയാണ് മക്കളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവ്യ മോൾക്കാണെങ്കിലും നയന മോൾക്കാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവർക്കും ആണെങ്കിലും അവർക്കൊക്കെ നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കണമെന്നാണ് താല്പര്യം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അതൊരിക്കലും നടക്കാനായിട്ട് പാടില്ല ഗോവിന്ദേട്ടാ. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് വിട്ടേര് കനകം. നമ്മളിപ്പോൾ ഈ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണല്ലോ, ആ കല്യാണം തന്നെ നടക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു ടെൻഷനും വേണ്ട എന്നൊക്കെ പറയുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവ്യ വരിക. അപ്പം നവ്യ വന്നിട്ട് അമ്മേ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ നവ്യ, അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോൾക്ക് പോണോ മോളെ ഇപ്പം തന്നെ എന്ന് ചോദിക്കുകയാണ്. പോണോ അമ്മേ, പോകാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു സംശയത്തിന് വഴിയൊരുക്കും. സത്യങ്ങളെല്ലാം അറിയും. അഭിയെ തകർക്കണമല്ലോ, തകർക്കാൻ വേണ്ടി എനിക്ക് ഈ ഒരു നാടകം കളിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം. അങ്ങനെ നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയി നേരെ അനന്തപുരിയിലേക്ക് എത്തുക. അപ്പോൾ അനന്തപുരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നവ്യയും കൊച്ചിനെയും കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ഓടി വരിക. അപ്പോൾ ദേവയാനി ഓടി വന്നിട്ട് ആഹാ എൻ്റെ അനന്തപത്മനാഭ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനങ്ങനെ എടുത്ത് കൊഞ്ചിക്കുകയാണ്. കൊഞ്ചിച്ചപ്പോഴേക്കും അതേ ഞങ്ങളെ ഇന്നൊരു വലിയൊരു സീൻ കണ്ടു എന്ന് പറയുന്നത്. വലിയൊരു സീനോ? വലിയൊരു അടിപിടുത്തമൊക്കെ കണ്ടത്. ഞാനും അമ്മയും ബാക്കിയുള്ള എല്ലാവരും കൂടി നടക്കാനായിട്ട് പോയി. ആ സമയത്തെ അഭിയും അവൻ്റെ അച്ഛനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന രംഗമാണ് കണ്ടത്. അജ്ഞാത മെസ്സേജിലൂടെ ഞാനാണ് അവൻ്റെ അമ്മയ്ക്ക് കൊളുത്തി കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴേക്കും ദേവയാനിയും അതേപോലെ തന്നെ മുത്തശ്ശനും കൂടി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത്. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.